താങ്കൾ പറയൂ. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ വളരെ കാഷ്വലായി ചില്ല് ചെയ്ത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞില്ല ഹലോ പറയണ്ട, ഞാൻ പറയാം എവരിവൺ. അങ്ങനെ ഇച്ചിരി ഉഷാറോടെ പറയണോ? അല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇന്ന് നമ്മള് രണ്ടുപേരും കൂടെ ഒരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഡേ നമ്മൾ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മളുടെ ഒരു വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നല്ല, പുതിയൊരു ട്രെൻഡ് കണ്ടിട്ടില്ലേ നമ്മൾ ഇൻസ്റ്റയിൽ എല്ലാവരും, ഇപ്പോഴത്തെ പിക്ചർ ഇതാണ്, പണ്ടത്തെ പിക്ചർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ വെയിറ്റിന്റെ വീഡിയോ ഇടാം. അപ്പോൾ പ്രശുവിനെ ഞാൻ കാണുന്നതിന് മുമ്പ് പ്രശു 88 kgs ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ ടൈമിൽ പശുവിൻ്റെ പകുതിയുള്ളൂ, ഒരു 40 കിലോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓവർ ദി ഇയേഴ്സ് നമ്മൾ രണ്ടുപേരും നല്ലപോലെ വണ്ണം വെച്ചു. ഞാനൊരു 66 kg അത്രയായി. പ്രശു ഓൾമോസ്റ്റ് 88 എത്രയായി? ഇല്ല 88 ആയല്ല, ഞാൻ ഏകദേശം ഒരു 88-90 kg. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലപോലെ കുറഞ്ഞ് ഞാനൊരു 57 എത്തി. അത് കഴിഞ്ഞിട്ട് തിരികെ ബാക്ക് ടു ലൈക്ക് ഡയറ്റൊക്കെ തെറ്റുമ്പോൾ ഈ ഷുഗർ തീറ്റയും ഇതൊക്കെ കൂടുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു ഡിസംബർ ടൈമിൽ വീണ്ടും ഒരു 60 above പോയി. ഇപ്പോൾ വീണ്ടും നമ്മൾ തൊട്ട് ഡയറ്റ് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നല്ലൊരു ചേഞ്ച് ഉണ്ട്. ഒരു 2 kg 2.5 kgs ഒക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ വെയിറ്റ് ലോസ് വളരെ സ്ലോ ആണ്. പക്ഷെ പ്രശു കുറച്ചും കൂടെ റാപ്പിഡായിട്ട് പ്രശുവിന് വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. പ്രശു എത്ര കുറഞ്ഞു പ്രശു? ഞാൻ ഏകദേശം ഒരു 5 കിലോ കുറഞ്ഞു. അതായത് ഞാനൊരു ഏകദേശം 79-80 kg ആയിരുന്നു. അതിന്ന് ഞാനിപ്പോ ഈ 2 മാസം കൊണ്ട് 5 കിലോ കുറഞ്ഞു. ഓൾമോസ്റ്റ് 5 kg കുറഞ്ഞു. ഞാൻ 79-80 ആയിരുന്നു. ഇപ്പൊ ഇന്ന് മോർണിംഗ് ഏകദേശം 74.8 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊരു 2 months ഉള്ളിൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റി. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, ഡെയിലി വെയിറ്റ് നോക്കെങ്കിലും അതൊരു ഈ വീക്ക്ലി ഒരു ആവറേജ് എടുത്താൽ മാത്രമാണ് അത് അപ്രോക്സിമേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ വെയിറ്റ് ഞാൻ രാവിലെ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാനൊരു വീക്ക്ലി ആവറേജ് വെച്ചിട്ടാണ് പറയണേ. എനിക്ക് തോന്നുന്നു ആണ് കുറച്ചും കൂടെ സ്പീഡിൽ കുറവായിരിക്കും. എനിക്ക് അത്ര സ്പീഡിൽ കുറയുന്നില്ല. ഒരു വീക്കിലി ഒരു 250 grams ഒക്കെ എനിക്ക് മാക്സിമം കുറയുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ചെയ്യുന്ന ഡയറ്റ്, എന്തൊക്കെ ഫുഡാണ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് എക്സസൈസ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്, സോ എക്സസൈസിൻ്റെ പാറ്റേൺസ് എന്തൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു ഭയങ്കര എക്സ്പേർട്സ് അല്ല. നമ്മൾ വെൽ ട്രെയിൻഡ് ജിമ്മിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയുന്ന ആൾക്കാരല്ല. ഡയറ്റീഷ്യൻസ് അല്ല. അപ്പോൾ ലൈഫ് ലെസൺസ് ആണ് ഇതൊക്കെ നമ്മൾ തന്നെ ChatGPTയോട് ചോദിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇതൊരിക്കലും ആരും ഫോളോ ചെയ്യണം എന്നോ അങ്ങനെയൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മളിത് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടായി. അപ്പോൾ നാളെ നിങ്ങൾക്കും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ChatGPTയോട് ചോദിച്ചാൽ ChatGPT എന്തെങ്കിലും തരും. പക്ഷേ അത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം, നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. തലേ ദിവസം നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് വയ്ക്കും. രാവിലെ അതൊന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മോർണിംഗ് ഫസ്റ്റ് ഡ്രിങ്ക്. അല്ലാതെ നമ്മൾ ചായയോ കാപ്പിയോ അല്ല ആദ്യം കുടിക്കുക. ഫസ്റ്റ് ഡ്രിങ്ക് വന്നിട്ട് അതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുക്കാറ് ഓവർനൈറ്റ് ഓട്സ് ആണ്. ഓവർനൈറ്റ് ഓട്സ് എന്ന് പറയുമ്പോൾ ഓവർനൈറ്റ് ഓട്സിൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓട്സ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കേർഡ് ഇടും. പിന്നെ ലോ ഫാറ്റ് മിൽക്ക് യൂസ് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രോബെറിയും ബ്ലൂബെറിയാണ്. അത് തീരുമ്പോൾ ആപ്പിൾ ഇടും, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സീഡ്സ് ആണ് നമ്മൾ പിന്നെ യൂസ് ചെയ്യുക. പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, പിന്നെ ചിയ സീഡ്സ്, ഇത്രയാണ് അതിൽ ഇടൽ. ഈ ഓവർനൈറ്റ് ഓട്സ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ബ്ലാക്ക് കോഫി എടുക്കുക. നമ്മൾ രണ്ടുപേരും ബ്ലാക്ക് കോഫി എടുക്കുക അപ്പോഴാണ്. എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യില്ല, വീണ്ടും ഷുഗർ കട്ടാണ്. അപ്പോൾ ജസ്റ്റ് ബ്ലാക്ക് കോഫി, മിൽക്കും ആഡ് ചെയ്യത്തില്ല. അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി പതുക്കെയാണ്. നമ്മൾ എനിക്ക് വരുമ്പോൾ തന്നെ ഒരു 9 മണിയൊക്കെ കഴിയും. പിന്നെ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിച്ച് വരുമ്പോഴേക്കും തന്നെ 10-10:30 മണിയാവും. പിന്നെ അതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ഒരു സ്നാക്ക് ഒന്നും എടുക്കാൻ നമ്മൾ നിൽക്കാറില്ല. ശരിക്കും ആക്ച്വലി പറയാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു സ്നാക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ലഞ്ചിലോട്ട് പോകണമെന്നാണ്. നമുക്ക് അതിനുള്ളൊരു ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യാറില്ല. അത് കഴിഞ്ഞിട്ട് ലഞ്ചിലേക്ക് വരികയാണ്. ലഞ്ചിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും പോർഷൻസായിട്ട് കൃത്യം പോർഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ ഒരു ഞാൻ ഫിഷ് കഴിക്കില്ല, പ്രശു ഫിഷ് കഴിക്കും. അപ്പോൾ പ്രശുവിൻ്റെ ഡയറ്റ് ഇതിൽ പ്രശു സാൽമനോ അല്ലെങ്കിൽ ഏതാണോ ഫിഷ് അവൈലബിൾ ആയിട്ടുള്ള
ആ ഫിഷ് പ്രഷു എടുക്കും. ഞാനാണെങ്കിൽ 100 ഗ്രാമിൻ്റെ അടുത്ത് ചിക്കൻ എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ 2 പേരുടെയും പ്ലേറ്റിൽ എപ്പോഴും സാലഡ്സ് ഉണ്ടാവും. അതായത് എനിക്ക് കുറേ വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല, ഞാൻ വെജിറ്റബിളിനൊക്കെ വളരെ എതിരായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള സാധനം മാത്രം വെച്ചിട്ടാണ് ഞാൻ സാലഡ്സ് പ്രിഫർ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അതിലുണ്ടാവുന്നത് പെപ്പേഴ്സ്, മറ്റേ കളർഫുള്ളായിട്ടുള്ള പെപ്പേഴ്സ് ഉണ്ടാവും. പിന്നെ ടൊമാറ്റോ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ചെറിയ ടൊമാറ്റോസ് ഇടലുണ്ട്. പിന്നെ ക്യാരറ്റ്, പിന്നെ കുക്കുംബർ, അത്രയാണ് ഇടൽ. ചിലപ്പോൾ നമ്മൾ ക്യാരറ്റ് തീരുമ്പോൾ നമ്മൾ ബീട്രൂട്ട് എടുത്തിടലുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാലഡിൽ ഉണ്ടാവുന്നത്. ഈ സാലഡിൻ്റെ പോർഷൻ അത്യാവശ്യം നല്ലപോലെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് റൈസ് വരികയാണെങ്കിൽ നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുക ബ്രൗൺ റൈസ് ആണ്. ഇൻ കേസ് ഇപ്പോൾ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ നമ്മൾ ക്യുൻവ യൂസ് ചെയ്യും. ക്യുൻവയും അല്ലെങ്കിൽ നമ്മൾ സാധാ വൈറ്റ് റൈസ് യൂസ് ചെയ്യലുണ്ട് ഇടയ്ക്ക്. പക്ഷേ വൈറ്റ് റൈസ് എനിക്ക് റെക്കമെൻഡഡ് അല്ല. പക്ഷേ വൈറ്റ് റൈസ് യൂസ് ചെയ്യുമ്പോൾ, അതായത് ബസ്മതി ആണെന്നുണ്ടെങ്കിലും വളരെ, അതായത് നല്ലോണം നമ്മൾ കഴുകി അതിൻ്റെ സ്റ്റാർച്ച് ഫുള്ള് കളഞ്ഞതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ അതേമാതിരി തന്നെ റൈസ് യൂസ് ചെയ്യുമ്പോൾ റൈസ് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ദിവസം എടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾക്ക് അതിൻ്റെ എന്താ പറയുക, ഷുഗർ സ്പൈക്കും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും റൈസിൻ്റെ കാര്യത്തിൽ. ജനറലി ബ്രൗൺ റൈസ്, പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ റെഡ് റൈസ്, മട്ട റൈസ്, പിന്നെ അതായിരിക്കും റൈസിൽ കുറച്ചുകൂടി ബെറ്റർ. വേറെന്താ, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഉപയോഗിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഈ ആഴ്ച നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അതായത് ചെറിയ 2-3 സ്ലൈസ് സ്വീറ്റ് പൊട്ടറ്റോ ജസ്റ്റ് ഒരു കാസ്റ്റ് അയൺ പാനിൽ ഫ്രൈ ചെയ്തിട്ട് ചുമ്മാ അതിൻ്റെ മുകളിൽ ചുമ്മാ എന്താ പറയുക കുറച്ച് സാൾട്ട്, ഫ്രൈ അല്ല, ജസ്റ്റ് ചൂടാക്കുക. ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള ഫ്രൈ ഒന്നല്ല, ജസ്റ്റ് ഇച്ചിരി ചൂടാക്കാൻ വേണ്ടി, അത്രേ ഉള്ളൂ. വേവിച്ചിട്ട് ഒന്ന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. ഒരു എന്താ പറയുക, ഒരു കഴിക്കാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ മെയിൻ എന്താ പറയാ ഈ. പിന്നെ ഈ റൈസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പം മെഷർ ചെയ്തിട്ട് എടുക്കാമല്ലോ. അപ്പോൾ റൈസ് എപ്പോഴും നമ്മളൊരു 100 ഗ്രാമിന് താഴെ നമ്മൾ റൈസ് എടുക്കുള്ളൂ. അങ്ങനെയാണ് പോർഷൻ. അപ്പോൾ ഒരു വെജി പോർഷൻസ് ഉണ്ടാവും, ഒരു പ്രോട്ടീൻ പോർഷൻ ഉണ്ടാവും, പിന്നെ കാർബിന് വേണ്ടിയിട്ട് ഈ റൈസും എടുക്കും. പക്ഷേ റൈസ് പോർഷൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് നമ്മളുടെ ഉച്ചക്കലത്തെ പരിപാടി. അപ്പോൾ ഈവനിങ് നമ്മൾ സ്നാക്കായിട്ട് എടുക്കുക, ഒന്നെങ്കിൽ ഫെറ്റ ചീസ് ഉണ്ടാവും, കോട്ടേജ് ചീസ് ഉണ്ടാവും. അതിൻ്റെ ഒപ്പം ഇതേപോലെ സീഡ്സ്, പംകിൻ സീഡ്സോ അല്ലെങ്കിൽ സൺഫ്ലവർ സീഡ്സോ ഇടും. അതിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കട്ട് ചെയ്തിടും. അങ്ങനെ ഒരു ബൗളിൽ അതിൻ്റെ മെഷർമെൻറ്റ് എത്ര പ്രശ്നമാണ് ചെയ്യുന്ന ആള്, മെഷർമെൻറ്റ് എത്ര. ഇപ്പോൾ ഫെറ്റ ചീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബാറിൽ ഏകദേശം ഒരു 1/4 എന്താ പറയുക പോർഷൻ നമ്മൾ ഒരാൾക്ക് എന്നുള്ള കണക്കിൽ ഫെറ്റ ചീസ് ആക്ച്വലി ലോ ഫാറ്റ് ഫെറ്റ ചീസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും ബെറ്റർ. പിന്നെ അതുമാതിരി ലോ ഫാറ്റ് ഉണ്ട്. ലോ ഫാറ്റ് ഉള്ള ഫെറ്റ ചീസ് കിട്ടും. പക്ഷേ ജനറലി ഫെറ്റ ചീസ് ഷീപ്പിൻ്റെ മിൽക്കിൽ നിന്ന് എന്താ പറയുക ഏജ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അതിൽ ഉപ്പിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വാതി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല എന്നില്ല ഞാൻ. പക്ഷേ അതിൻ്റെ ഉപ്പിൻ്റെ കണ്ടന്റ് കൂടുമ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം യൂസ് ചെയ്യുന്ന ഫ്രൂട്ട് ഞാൻ വേറെ, അതായത് പാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വേറെ കിവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപ്പും പുളിയും നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഫെറ്റ ചീസ് ആണെങ്കിൽ ഒരു 1/4 പോർഷൻ ഫെറ്റ ചീസും, പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് പംകിൻ സീഡ്സും, പിന്നെ അതിൻ്റെ ഒപ്പം ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച്, അതല്ലാന്നുണ്ടെങ്കിൽ കിവി, അതല്ലാന്നുണ്ടെങ്കിൽ ആപ്പിൾ. ഇതാണ് ഫ്രൂട്ട്സ് യൂസ് ചെയ്യാറ്. ഇത് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അത് നല്ലൊരു സാലഡാണ്. ഇതല്ല ഫെറ്റ ചീസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീക്ക് യോഗട്ട് യൂസ് ചെയ്യാം, ഒത്തൻറ്റിക് ഗ്രീക്ക് യോഗട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീക്ക് യോഗട്ട് എല്ലാത്തിൻ്റെ ഇടുന്നില്ല, ഫെറ്റ ചീസ് അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഇടാറില്ല. എല്ലാ പ്രാവശ്യവും അങ്ങനെ ഇടാറില്ല. ചില സമയത്ത് ഇപ്പോൾ നമ്മുടെ ഇത് എന്താ പറയുക ഫെറ്റ ചീസ് കുറവുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീക്ക് യോഗട്ട് ഇടാറുണ്ട്, മിക്സ് ചെയ്യാറുണ്ട്. പിന്നെ കോട്ടേജ് ചീസ് അതും ഇതേമാതിരി ലോ ഫാറ്റ് കിട്ടും. പക്ഷെ അത് കുറച്ചും കൂടി എന്താ പറയുക ലിക്വിഡ് ഫോമിലായിരിക്കും. അപ്പോൾ അതും വെച്ചിട്ട് അത് വേറെ, അതും രണ്ടും മിക്സ് ചെയ്യാറില്ല. ഫെറ്റ ചീസും കോട്ടേജ് ചീസും ഞാൻ മിക്സ് ചെയ്യാറില്ല. സെപ്പറേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യാറ് സാലഡിന്. നല്ലൊരു സാലഡ് വിത്ത് നട്ട്സ് ആവുമ്പോൾ ഫാറ്റും പിന്നെ അതുപോലെ പ്രോട്ടീനും പിന്നെ കാർബും എല്ലാം കൂടെ നമുക്ക് അതിൽ ഒരു നല്ലൊരു സാലഡ് കോമ്പിനേഷനാണ്. ഈ ഡയറ്റിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പാർട്ട് ഇതാണ്. ഈ സ്നാക്ക് കഴിക്കണതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിൻ്റെ ഒപ്പം നമ്മൾ ഒരു ബ്ലാക്ക് കോഫിയും കൂടി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ 2ാമത്തെ ബ്ലാക്ക് കോഫിയാണ്. ഈ 2 നമ്മൾ കഴിക്കാറുള്ളൂ, ഇതിൽ കൂടുതൽ നമ്മൾ കഴിക്കലില്ല. അതിൻ്റെ ഒപ്പം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒപ്പം ഒരു ബ്ലാക്ക് കോഫിയും കൂടെ എടുക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഫി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കോഫി എടുക്കുക. ഇപ്പോൾ ചായയുടെ കേസായാലും നമ്മൾ പണ്ട് മുതലേ നമുക്കറിയാം
ചായ വെറും വയറ്റിൽ ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല. നമ്മളെപ്പോഴും കഴിക്കുകയെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇപ്പോൾ സ്വീറ്റ്സ് ആയാലും നമ്മൾ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ മീലൊരു 80%, 70 to 80% നമ്മുടെ സ്റ്റൊമക്ക് ഫുള്ളായതിനു ശേഷം മാത്രം അത് കഴിക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും ഡിന്നർ നമ്മൾ ഡിന്നറിന് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും അങ്ങനെ എടുക്കലില്ല, കാരണം നമുക്ക് അതിനുള്ള ടൈം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഡിന്നർ പക്ഷെ നമ്മളൊരു 7 PM മുന്നേ എന്തായാലും കഴിച്ചിരിക്കും. ഒരു 6:30, 7 മുന്നേ നമ്മളുടെ ഡിന്നർ കഴിയും. ഡിന്നറിൽ ഇതേപോലെ സെയിം നമ്മൾ ഉച്ചയ്ക്ക് എന്താണോ എടുത്തത് അത് തന്നെയായിരിക്കും എടുക്കണ്ടാവുക. അതിൽ ഒരു വ്യത്യാസം ഉള്ളത്, ചില സമയങ്ങളിൽ നമുക്ക് ഇത് സെയിം റിപ്പീറ്റഡ് ഫുഡ് ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ദേഷ്യം വരും. കഴിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരില്ലേ? അപ്പോൾ അങ്ങനെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും ചെയ്യില്ല, പക്ഷേ ഓൾട്ടർനേറ്റീവ് വീക്സിൽ ഇതേമാതിരി ഞാൻ നമ്മുടെ റെഡ് ലെൻറ്റിൽസും പിന്നെ ഉറദ് ദാലും, അതായത് നമ്മുടെ ഉഴുന്നും പിന്നെ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ സോക്ക് ചെയ്തിട്ട് ഒരു 6 hours ശേഷം അരച്ച് അത് നമ്മൾ ദോശയായിട്ട് ഉപയോഗിക്കാറുണ്ട്. വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ആക്ച്വലി. അത് ആക്ച്വലി നല്ലൊരു നമ്മൾ സാധാരണ ദോശയും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസം നമുക്ക് തോന്നില്ല. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ക്രിസ്പിയാണ്. ഉഴുന്നിടുന്നതുകൊണ്ടായിരിക്കാം നല്ല ക്രിസ്പിയാണ്. അരി യൂസ് ചെയ്യുന്നില്ല. ഉഴുന്നില്ലേലും നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ഉഴുന്നില്ലാതെ റെഡ് ലെൻറ്റിൽസ് ഞാൻ ഉഴുന്നില്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉഴുന്നിട്ടിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉഴുന്നിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പി ആയിരിക്കും, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അതേമാതിരി തന്നെ ഗ്രീൻ ലെൻറ്റിൽസ് ഉണ്ട്, അത് ഉപയോഗിച്ചുണ്ടാക്കാറുണ്ട്. അത് ശരിയായിട്ടില്ല. അതന്ന് ആക്ച്വലി അത് ഗ്രീൻ ലെൻറ്റിൽസ് ആക്ച്വലി അതിന്റെ മേലുള്ള തോലോടൊക്കെയാണ് വന്നത്. അപ്പൊ തോലും കൂടെ ക്രഷ്, അതായത് സോക്ക് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, ഗ്രീൻ ലെൻസ് ഞാൻ ബൗ ചെയ്യില്ല. പക്ഷെ മറ്റേത് നല്ലതാണ് ശരിക്കും. ലെൻറ്റിൽസിൽ നല്ലോണം പ്രോട്ടീൻസ് ഉണ്ട്, കാർബ് ഉണ്ട്, നമുക്ക് അതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ലെൻറ്റിൽസ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ വളരെ, അതായത് നമുക്ക് ദോശയുടെ അതേ ടേസ്റ്റാണ്, അതേ ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. നമുക്ക് തീരെ പുളിപ്പുണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയുടെ ആ ഒരു പുളിപ്പ് കിട്ടാൻ ഇച്ചിരി പാടാണ്. അത് നമ്മൾ 2-3 ദിവസം എടുത്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയിട്ട് പുളിപ്പ് ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് സ്ഥലത്ത് എന്തായാലും തണവായ കാരണം കൊണ്ട് പുളിക്കാനും, ഈവൻ സാധാ ദോശമാവടക്കം പുളിക്കാൻ കുറച്ച് ഓവനിൽ വെച്ചിട്ടാണ് പുളിപ്പിക്കുന്നത്. അപ്പൊ അത് ടൈം ആവും. ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. പ്രോട്ടീൻ്റെ പോർഷൻസ് കൂടുതലെടുക്കുക, കാർബ് കുറച്ചെടുക്കുക, പിന്നെ വെജീസും എടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ബാലൻസ്ഡ് ഡയറ്റ് പോലെയാവും. ഇത് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ജിമ്മിൽ പോക്ക്. ജിമ്മിൽ നമ്മൾ ഇപ്പോൾ 7 മുന്നേ ഫുഡ് കഴിക്കും, നമ്മളൊരു 8 കഴിയുമ്പോൾ ജിമ്മിൽ പോവും. 1 മണിക്കൂർ വർക്കൗട്ട് അത്രേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഓവറായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക, തിരിച്ചു വരിക. അപ്പോൾ ഈ ജിമ്മിൻ്റെ വർക്കൗട്ടിലാണെങ്കിലും നമ്മളിങ്ങനെ ഒരു വച്ചേക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 days ജിമ്മ്, 1 day റെസ്റ്റ് ഡേ, അങ്ങനെയാണ് നമ്മളുടെ ഇത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇപ്പോൾ ചെസ്റ്റ്, ആദ്യത്തെ ദിവസം നമ്മൾ ചെസ്റ്റിനുള്ള എക്സസൈസ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം ട്രൈസെപ്സും ബൈസെപ്സും, പിന്നെ 3rd day ബാക്ക്, 4th വരുമ്പോൾ ആബ്സ്, 5th നമ്മളെന്താ ഷോൾഡർ 5th ചെയ്യും, പിന്നെ 6th ലെഗ്, അത് കഴിഞ്ഞാൽ 7th ഒഴിവ്, പിന്നെയും തിരികെ ഓൾട്ടർനേറ്റീവ്ലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു വർക്കൗട്ട് റുട്ടീൻ. ഡെയിലി ഒരു മസിലോ അല്ലെങ്കിൽ ഒരു മസിൽ ഗ്രൂപ്പോ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ട്രെയിനിങ്. അതും സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. അതായത് വെയിറ്റ് കുറവിലെടുത്ത് മെല്ലെ 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 കൂട്ടി കൊണ്ടുവരിക. അതാണ്. കാർഡിയോ ചെയ്യാൻ കുറച്ച് മടിയായതുകൊണ്ട് കാർഡിയോ ചെയ്യലുണ്ട്. പക്ഷെ ഇനീഷ്യലി കാർഡിയോ ചെയ്തിരുന്നു നല്ലോണം. പക്ഷെ ഇപ്പോൾ വെയിറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. അതായത് നമ്മൾ ആദ്യം ഒരു കലോറി ഡെഫിസിറ്റ് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. അപ്പൊ പിന്നെ ഏകദേശം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം പിന്നെ ഇപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ കലോറി ഡെഫിസിറ്റ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഭയങ്കര എൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ ഞാനങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു തരുന്ന ആളൊന്നല്ല. ഇന്ന് എനിക്കൊരു ഷുഗർ ക്രേവിങ് വന്ന് ഞാനിപ്പോൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ വെയിറ്റ് കയറും. പ്രശുവിനൊന്നും അത്ര പ്രശ്നമില്ല. പക്ഷേ ഞാനൊരു 200 gram കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഐറ്റം കഴിച്ചാൽ തന്നെ ഞാൻ പിറ്റേ ദിവസം ഒരു 300 gram കൂടും. അപ്പോൾ എൻ്റെ വെയിറ്റ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അതുമാത്രമല്ല എൻ്റെ പ്രോഗ്രസ്സും വളരെ സ്ലോ ആണ്. അപ്പോൾ എന്നെ പോലെയുള്ള കുറേ പേരുണ്ടാവുമായിരിക്കും ഇങ്ങനെ സ്ലോ പ്രോഗ്രസ്സും അങ്ങനെയുള്ളവരും. ഉദ്ദേശിക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഇഷ്യൂ ഉള്ളതാണ്. PCOD, ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഒക്കെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ലോസ് വളരെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി ഒന്ന് ഡയറ്റ് ചെയ്ത് മാറിയാൽ തന്നെ എൻ്റെ എല്ലാം താളം തെറ്റും. അങ്ങനത്തെ ഒരു ജീവിതമാണ് എൻ്റെ. ഷുഗർ മാക്സിമം, അതായത് ഷുഗർ വേണം എന്ന് അതിലൊരു തർക്കമില്ല. പക്ഷേ
നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും നമ്മൾ അത് എങ്ങനെയാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു ചേഞ്ച് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും. അതായത് ഹോർമോണിൻ്റെ ബാലൻസ് ആയാലും എല്ലാം നമുക്ക് ചേഞ്ച് ആവണത് കാണാൻ പറ്റും. അപ്പോൾ അതിന് ടൈം എടുക്കും. പക്ഷേ നമ്മളിപ്പോൾ എന്താ പറയുക, നല്ലൊരു എക്സാമ്പിളൊന്നുമല്ല, പക്ഷേ നമുക്ക് ഒരു 2 months കുറച്ചെങ്കിലും കുറച്ച് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റി. കാരണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഈ മീലും പിന്നെ അതേപോലെ തന്നെ ഡെയിലി റുട്ടീനും എക്സസൈസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം അപ്പം അതാണ് നമ്മൾ മെയിൻലി കവർ ചെയ്യാൻ നോക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി വേണമെങ്കിൽ മീൽ പ്രപ്പ് കാണിക്കാം, എക്സസൈസ് റുട്ടീൻസ് ഒക്കെ. എക്സസൈസ് റുട്ടീൻസ് നമ്മൾ കാണിക്കേണ്ട, അത് വളരെ മോശമായി പോകും, കാരണം നമ്മളുടെ മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. മീൽ പ്രപ്പ് വേണമെങ്കിൽ കാണിക്കാൻ പറ്റും. പക്ഷെ ഈ വീഡിയോ ആദ്യം ആരെങ്കിലും കാണുമോ നോക്കിയിട്ട് നമുക്ക് കാണിച്ചാൽ പോലെ വെറുതെ നമ്മളിപ്പോൾ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നില്ല. കാരണം നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ആവറേജ് വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ 100 പോലും മുകളിൽ പോകുന്നത് വളരെ റെയറാണ്. അപ്പം ഇതിനൊരു 150-200 വ്യൂസെങ്കിലും കിട്ടിയാൽ നമുക്ക് മീൽ പ്രപ്പിലേക്ക് എടുക്കാം അല്ലേ? ഞാൻ എൻ്റെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട്, പക്ഷേ ചിലതിനൊക്കെ വ്യൂസ് ഉണ്ടെങ്കിലും എല്ലാത്തിനൊന്നും വ്യൂസ് കിട്ടാറില്ലേ. ആ ഇരുന്ന് വേരിറങ്ങി വ്യൂസ് വരുന്നതാണ്. പകുതി വ്യൂ പ്രശുവിന്റെ ചെറിയൊരു വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രശു ഇരുന്ന് കഥാപ്രസംഗം പറയുന്ന പോലെ ഞാനിരുന്ന് കഥാപ്രസംഗം പറയുന്നത്. ഞാൻ എപ്പോഴും ഇരുന്ന് ഇങ്ങനെ കഥാപ്രസംഗം പറയുന്നത്. അപ്പോൾ സ്വാതിയും കഥാപ്രസംഗം പറയാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ് അടിക്കുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബൈ ബൈ.